നമസ്കാരം. ദിവസവും നമ്മൾ മൗനം ശീലിക്കണം. മൗനം ശീലിക്കണം. മൗനത്തിൽ ഇരുന്ന് ശീലമായാൽ, അതൊരു ശീലമായി കഴിഞ്ഞാൽ നമ്മുടെ സങ്കല്പം കുറഞ്ഞു വരും. അല്ലേ? ഇപ്പം സംസാരിക്കൽ, നമ്മളിപ്പം സംസാരിക്കുന്നുണ്ടല്ലോ, ഈ സംസാരിക്കൽ നിർത്തണം. സംസാരിക്കൽ നിർത്തിക്കഴിഞ്ഞാൽ അതിന് വാക് മൗനം. ഈ സംസാരം നിർത്തുന്നതിന് പേരാണ് വാക് മൗനം, വാങ് മൗനം. അതിന് പേരാണ് വാങ് മൗനം. അതേമാതിരി മനസ്സിൽ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ മനസ്സിൽ ചിന്തകൾ ഇല്ലാതിരിക്കൽ, അതാണ് മനോമൗനം. മറ്റേത് വാക് മൗനം, ഇത് മനോമൗനം. ഇപ്പം രണ്ട് ആളുകൾ സംസാരിക്കണമെന്ന് വെച്ചോളൂ. രണ്ടാളുകൾ തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പൊ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടേയിരുന്നാലോ? രണ്ടുപേരും ഒരേ സമയം സംസാരിക്കുമ്പോൾ രണ്ടുപേർക്കും ഒന്നും മനസ്സിലാവില്ല. അല്ലേ? അപ്പം മനസ്സിലാവണമെങ്കിൽ ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റേ ആൾ മൗനത്തിലായിരിക്കണം. അല്ലേ? അപ്പൊ മറ്റേ ആള് മൗനത്തിലായിരിക്കണമല്ലോ. അപ്പൊ നമ്മൾ മൗനത്തിലായാൽ മറ്റേ ആൾ പറയുന്നത് നമുക്ക് മനസ്സിലാവും. അതേപോലെ നമ്മൾ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മനസ്സ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. അതായത് മനസ്സ് ചിന്തിച്ചു കൊണ്ടിരിക്കും. അല്ലേ? അപ്പം മനസ്സ് സംസാരിച്ചു കൊണ്ടേയിരുന്നാൽ നമ്മുടെ തന്നെ അന്തരാത്മാവിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കാതെ വരും. അപ്പൊ ഭഗവാന്റെ ഉൾവിളി നമുക്ക് അനുഭവപ്പെടാതെ പോകും. ഭഗവാന്റെ ഉൾവിളി. അപ്പൊ ഈ ഉൾവിളി കേൾക്കാൻ വേണ്ടി നമ്മൾ മൗനം ശീലിക്കണം. അതിനുവേണ്ടി ഭഗവാന്റെ ഉൾവിളി കേൾക്കാൻ വേണ്ടി നമ്മൾ മൗനം ശീലിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സ് സംസാരിച്ചു കൊണ്ടേയിരിക്കും. അപ്പം മനസ്സിൻ്റെ സംസാരം നിർത്തിയാൽ, ചിന്തകൾ നിന്നാൽ ഉൾവിളി കേൾക്കാൻ സാധിക്കും. അതേമാതിരി ഈ വാക്കിൽ മാത്രമേ നമുക്ക് ഈ മൗനം പാലിക്കാൻ പറ്റുള്ളൂ. അല്ലേ? പക്ഷെ മനസ്സ് മൗനത്തിലായിരിക്കില്ല. മനസ്സ് നിരന്തരം നമ്മോട് സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. മനസ്സൊന്ന് പറയും, നമ്മുടെ അടുത്തൊന്ന് പറയും, അതിനെ നമ്മൾ ശ്രദ്ധിക്കും. അത് കഴിഞ്ഞാൽ മനസ്സ് വേറെ മറ്റൊന്ന് പറയും, അതിനെയും നമ്മൾ ശ്രദ്ധിക്കും. വേറൊന്ന് പറഞ്ഞില്ല, അത് കഴിഞ്ഞാൽ അതിനെയും നമ്മൾ ശ്രദ്ധിക്കും. അപ്പൊ നമ്മൾ ഈ മനസ്സ് പറയുന്നത് കേട്ട് കഴിഞ്ഞ ശേഷം, നമ്മൾ കേട്ടുകഴിഞ്ഞ ശേഷം നമ്മൾ മനസ്സിലേക്ക് വാക്കുകളെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പൊ ആ വഴിക്ക് മനസ്സ് ചിന്തിക്കും. അപ്പൊ മനസ്സിലേക്ക് വാക്കുകൾ നിരന്തരം വന്നുകൊണ്ടേയിരുന്നാൽ മനസ്സ് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇടയ്ക്ക് നമ്മളെ തന്നെ ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയാൽ, നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മണിക്കൂറുകളായി
നമ്മൾ ചിന്തിക്കുകയായിരുന്നു. നമ്മൾ മനസ്സിങ്ങനെ സംസാരിക്കുമല്ലോ, ചിന്തിക്കുകയായിരുന്നു എന്ന് നമ്മൾ അറിയും. അപ്പോൾ ഈ പുറത്തു നിന്നും ഉള്ള ശബ്ദം, പുറത്തുള്ള ശബ്ദമൊന്നും നമുക്ക് കേൾക്കാനും സാധിക്കില്ല. എന്തുകൊണ്ടാ? നമ്മൾ അകത്ത് ചിന്തയുടെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ആ അവസ്ഥയിലാണ്. അപ്പം ഇങ്ങനെയാണ് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത്. പക്ഷേ ഇതല്ല മൗനം. ഇനി ശരിയായിട്ടുള്ള മൗനത്തിൽ മനസ്സ് സംസാരിക്കാതെ അങ്ങനെ ആകുമ്പോൾ ഏകാഗ്രത കിട്ടും. മൗനം ശീലിച്ചു തുടങ്ങുമ്പോൾ ഇപ്പം നമുക്ക് ഒരു ദിവസം 1000 സങ്കല്പമാണ് വരുന്നതെങ്കിൽ അത് ചിലപ്പോൾ 25 സങ്കല്പമായിട്ട് കുറഞ്ഞ് നമ്മുടെ സങ്കല്പം കുറഞ്ഞ് വരും. അപ്പം മൗനത്തിലിരിക്കുമ്പോൾ മനസ്സിനും ബുദ്ധിക്കും നല്ല തെളിവ് ഉണ്ടാവും. അപ്പം എല്ലാ പ്രശ്നത്തിനും ഉള്ള പരിഹാരമുണ്ടല്ലോ, നമ്മളിലുണ്ട്. അപ്പോൾ ഒരു വിഷയത്തിൽ നമുക്ക് ഒരു എടുക്കണമെങ്കിൽ പെട്ടെന്ന് തെളിവ് ഉണ്ടല്ലോ മനസ്സിനും ബുദ്ധിക്കും. അതുകൊണ്ട് തീരുമാനം എടുക്കാൻ നമുക്ക് പെട്ടെന്ന് സാധിക്കും. മനസ്സ് സംസാരിക്കാതെയും ചിന്തിക്കാതെയും ഇരുന്ന ആ മൗനത്തിനെ നമ്മൾ അറിയണം. ആ മൗനത്തിനെ നമ്മൾ അറിയുമല്ലോ. അറിഞ്ഞു കഴിഞ്ഞിട്ട് ആ മൗനത്തിനെ അറിഞ്ഞ ആ അറിവിൽ അങ്ങനെ നിൽക്കണം. ഓം ശാന്തി. ഹരി ഓം.